ഹായ് ഹലോ. ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ കഥ ഇപ്പോ വലിയൊരു സംഘർഷത്തിലേക്ക് കടന്നിരിക്കുവാണ്. ഇപ്പോ ജാനകിക്ക് വേണ്ടിയിട്ട് നിരഞ്ജനയും പകരം അപർണയ്ക്ക് വേണ്ടിയിട്ട് നിരഞ്ജനയുടെ ഭർത്താവായ അജയുമാണ് കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ ഒരു കേസോട് കൂടി തന്നെ ആരുടെയൊക്കെ ജീവിതങ്ങളെ തകർന്നു വീഴും എന്നുകൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അജയെ തമ്പിയുടെ കേസ് ഏൽപ്പിക്കാനായിട്ട് അപർണ ചെന്നു. അജയോട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കേട്ടതിന് ശേഷം തമ്പിയുടെ കേസ് വാദിക്കുന്ന വക്കീൽ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് അപർണ പറഞ്ഞത് അത് അജയ് ആണ്, അജയ് സൂര്യനാരായണൻ ആണെന്നാണ് അപർണ പറഞ്ഞത്. ആ പേര് കേട്ടതോടുകൂടി തന്നെ അജയ് ഒന്ന് നടുങ്ങി. ഞാനോ? ഒന്നാതെ ഈ ഒരു പ്രൊഫഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ബിസിനസ്സിലോട്ട് കടന്നത്. എനിക്കിനി ഈ ഒരു പ്രൊഫഷനിലോട്ട് വരാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നിരഞ്ജന എതിർകക്ഷിയായിട്ട് നിൽക്കുമ്പോൾ നിരഞ്ജനെ തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് വാദിക്കാൻ പറ്റത്തില്ല എന്ന് അജയ് പറഞ്ഞു. നിരഞ്ജന എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞാനും നിരഞ്ജനയും തെറ്റാൻ പാടില്ല. ഒന്നാതെ നിരഞ്ജനയും ഞാനും തമ്മിൽ ഇപ്പോ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും ആയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ എനിക്ക് വലിയൊരു പ്രശ്നവും കൂടി വലിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അജയ് അപർണയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ട അപർണയ്ക്ക് ദേഷ്യം വന്നു. അപർണ പറഞ്ഞത് അജയ് ഈ ഒരു കേസ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വലിയൊരു പ്രശ്നത്തിലോട്ട് കൊണ്ടെത്തിക്കും. ഒന്നാതെ അച്ഛൻ മറ്റൊരു വക്കീലിനെ കണ്ടുപിടിക്കാനായിട്ട് എന്നോടാണ് പറഞ്ഞത്. ഞാൻ വേറൊരു വക്കീലിനെ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ ഈ കേസ് വാദിക്കാനായിട്ട് അത്രത്തോളം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വക്കീല് വേറെ ഇല്ല, അജയ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അജയ് തന്നെ ഈ കേസ് ഏറ്റെടുക്കണമെന്നും അജയ് ഈ കേസ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹണി റോസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിരഞ്ജനോട് പറയും. ഹണി റോസ് ഇവിടെ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അജയ് പൈസ മുഴുവൻ കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഹണി റോസ് ഇവിടെ നിന്ന് പോയത്. അങ്ങനെയുള്ള ഹണി റോസിനോട് വീണ്ടും വിളിച്ച് ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹണി റോസിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിരഞ്ജനയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കും. അജയുടെ ജീവിതം തകരും. അതുകൊണ്ട് അജയ് ഈ കേസ് ഏറ്റെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞ അപർണ മറ്റൊരു ഭീഷണിയും കൂടി മുഴക്കി. ഒരു വട്ടം എന്റെ ജീവിതം തകർത്തെറിഞ്ഞ ആളാണ് നീ. നീ തന്നെ ഇനി വീണ്ടും എന്നെ ചതിക്കാനായിട്ടും എന്റെ ജീവിതം തകർക്കാനായിട്ടും ശ്രമിച്ചാൽ പിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ അജയ് അതിൽ വഴങ്ങി. ഞാൻ ഈ കേസ് വാദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹണി റോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിരഞ്ജനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, ശരി, ഞാൻ ഈ കേസ് വാദിക്കാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിന്റെ പേരില് നിരഞ്ജനയുമായിട്ട് ഒരു സംസാരത്തിനോ വാക്കുതർക്കത്തിനോ ആർഗ്യുമെന്റിനോ അപർണ പോകാൻ പാടില്ല എന്ന് കൂടി അപർണയോട് അജയ് പറഞ്ഞു. അത് സമ്മതിച്ചത് കൊണ്ട് തന്നെ അജയ് കേസ് ഏറ്റെടുക്കുകയും ചെയ്തു, ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഈ കേസ് വിജയിപ്പിക്കാം എന്നാണ് അജയ് പറഞ്ഞത്. എന്നാൽ ആ ഒരു ദിവസത്തോടു കൂടി തന്നെ അളകാപുരിയുടെ അടിത്തറ ഇളകാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപർണയുടെയും തമ്പിയുടെയും പതനം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണെന്നൊന്നും അവരറിയുന്നില്ല. തമ്പിയോട് ഈ കാര്യം അപർണ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അച്ഛൻ കാണാൻ വരികയും അച്ഛനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അച്ഛൻ പേടിക്കേണ്ട ആവശ്യമില്ല, അജയ് തന്നെ ഈ കേസ് വാദിക്കും, അജയെ കൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് വാദിപ്പിക്കും, അവൻ സമ്മതിച്ചിട്ടുണ്ട്, ഇന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് അപർണയും സന്തോഷത്തോടു കൂടി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അഭി അമലിനെ വിളിച്ചത്. അമലിനെ വിളിച്ചതിന് ശേഷം അമലിനോട് സംസാരിച്ചു. കേസ് കൊടുത്ത കാര്യവും അമലിനോട് വിശദീകരിച്ചു. കേസ് കൊടുത്തു, പക്ഷെ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ജാനകിയുടെ അമ്മയുടെ കേസ് വാദിക്കാൻ പോകുന്നത് നിരഞ്ജനയാണെന്ന് കൂടി അമല് പറഞ്ഞപ്പോൾ, അമലിനോട് അഭി പറഞ്ഞപ്പോ അമൽ ഒന്ന് ഞെട്ടിപ്പോയി. നിരഞ്ജനയോ? ഒന്നാതെ ഈ കുടുംബത്തില് ഇപ്പൊ മരുമക്കൾ തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കാൻ വേണ്ടിട്ട് പോകുവാണ്. അതിനിടയിൽ നിരഞ്ജനയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കുടുംബം തന്നെ ഒരു യുദ്ധക്കളമായി മാറുമെന്ന് അമൽ പറഞ്ഞു. ഏട്ടനും ഏട്ടത്തിക്കും ഒരു കുഴപ്പമില്ല, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം, ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ തന്നെ നിൽക്കാം, എന്നിട്ട് ഓരോ കാര്യങ്ങൾ കേസും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷെ അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അഭിക്ക് ഇത് സഹിച്ചില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ജാനകി തന്നെ അമലിനോട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം അമലെ? എന്റെ അമ്മയുടെ ജീവിതം തകർത്ത തമ്പിയെ വെറുതെ വിടണമെന്നാണോ? ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ല. നിരഞ്ജനയോട് ഞാൻ കേസ് വാദിക്കണ്ടെന്ന് പറഞ്ഞതാണ്, പിന്നെ അവള് തന്നെയാണ് ഈ കേസ് ഞാൻ തന്നെ വാദിക്കും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിരഞ്ജന തന്നെയാണ് ഈ കേസ് ഏറ്റെടുത്തത്. ഇപ്പോ ഉണ്ണിത്താനും നിരഞ്ജനയ്ക്കൊപ്പം സപ്പോർട്ടിനുണ്ടെന്ന് കൂടി അറിഞ്ഞപ്പോ അമലിന് കുറച്ച് സന്തോഷം തോന്നി. അമൽ പറഞ്ഞു, ഏട്ടത്തി വിഷമിക്കണ്ട,
എന്തിനും ഏതിനും ഏട്ടത്തിക്കൊപ്പം ഞാൻ തന്നെ കൂട്ടിന് കാണും, ഏട്ടത്തിക്കൊപ്പം ഞാൻ കൂടെ കാണും എന്ന് അമല് വാക്ക് കൊടുത്തു. അങ്ങനെ കോള് കട്ട് ചെയ്ത് അമൽ അവിടെ ഇരിക്കുന്നതിന് പിന്നാലെയാണ് അപർണ വന്നത്. അപർണ വന്നതിന് ശേഷം തന്റെ അച്ഛനെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ അപർണ അമലിനോട് സംസാരിക്കുകയും സംസാരിച്ചത് മാത്രമല്ല, ഈ കേസിൽ നീ എനിക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, ജാനി ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിരഞ്ജന ഉണ്ടെന്നും നിരഞ്ജനയാണ് കേസ് വാദിക്കാൻ പോകുന്നതെന്നും, എന്നാൽ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നീ എനിക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കണം, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം അവരുടെ കെട്ടിച്ചമച്ച കഥകളാണെന്ന് അമലിനോട് അപർണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ സ്വന്തം ഏട്ടത്തിയുടെ തന്റെ സ്വന്തം ഏട്ടത്തിയുടെ അനിയത്തിയാണ് അപർണയെന്നും തമ്പിയാണ് ഏട്ടത്തിയുടെ അച്ഛനെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അമലിന് അറിയാം. അതുകൊണ്ട് തന്നെ അപർണ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയും അപർണയ്ക്ക് നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു. അവസാനം ഏട്ടത്തിയുടെ ആ ഒരു കാര്യത്തില് ഏട്ടത്തി ശരിയായ ഒരു പാതയിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആരുടെ പക്ഷം നിൽക്കണം എന്നൊന്നും എനിക്കില്ല, എനിക്ക് ആരുടെയും പക്ഷം പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സത്യം എവിടെയാണോ അത് വിജയിക്കണം, ആ സത്യം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അപർണയോട് തന്നെ അമൽ മറ്റൊരു കാര്യം ചോദിച്ചു. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് 100 വട്ടം ആലോചിച്ച് മാത്രമേ ഏട്ടത്തി ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ഏട്ടത്തി നിന്റെ അച്ഛൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും ആ സ്ത്രീയുടെ ജീവിതം തകർത്തുവെന്നും അത് രാധാമണി വരസ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനി ഏട്ടത്തി തെളിവുകളുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യമില്ലാതിരിക്കുമോ എന്ന് അമല് ചോദിച്ചു. അപർണ ആ നിമിഷം ഒന്ന് ചിന്തിച്ചുവെങ്കിലും ഇതെല്ലാം എല്ലാവരുടെയും കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് അപർണ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ജാനകിയോട് പറഞ്ഞ കാര്യം, നാളെ തന്നെ അമ്മയും മുത്തശ്ശിയും പോയി കണ്ട് അവരോട് സംസാരിക്കാം, അവർക്കൊപ്പം തിരികെ അളകാപുരിയിലോട്ട് പോകാം എന്നാണ് അഭി പറഞ്ഞത്. അങ്ങനെ തിരികെ ജാനകിയും അഭിയും പൊന്നും കൂടി ചേർന്നിട്ട് പ്രഭാവതിയെ കാണാനായിട്ട് അവിടെ പോയി. പ്രഭാവതിയെ കണ്ടു, സംസാരിച്ചു. പ്രഭാവതിയെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആദ്യം തന്നെ പ്രഭാവതി ചോദിച്ചത്, നിന്റെ അമ്മ ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കുന്നോ, നിന്റെ അമ്മ എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ വിശേഷങ്ങളാണ് ചോദിച്ചത്. ആ സമയത്ത് അമ്മയ്ക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആരോടും ഒന്നും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ആ ഒരു ഫോട്ടോ ജാനകി പ്രഭാവതിക്ക് കാണിച്ചു കൊടുത്തു, തന്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നാൽ അന്ന് രാധാമണിയുടെ ഫോട്ടോ കണ്ട ഉടനെ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ പ്രഭയ്ക്ക് ഓർമ്മ വന്നു. അന്ന് നിങ്ങൾക്ക് ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോ മകൾ എന്ന് പ്രഭാവതിയോട് രാധാമണി പറഞ്ഞ ആ ഒരു വാക്ക് പ്രഭയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് പ്രഭാവതിയുടെ ആ ഒരു മുഖഭാവം മാറിയപ്പോ അഭിയും ജാനകിയും കാര്യങ്ങൾ തിരക്കി. ആ സമയത്ത് പ്രഭാവതി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ജാനകിയോടും അഭിയോടും വിശദീകരിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അഭിയും ജാനകിയും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അന്ന് കൊടുത്ത കേസിന്റെ ആ ഒരു തെളിവുകൾ, അന്ന് രാധാമണി വാരസ്യാറെ തമ്പി ഉപദ്രവിച്ചു, നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ അച്ഛൻ കൊടുത്ത കേസും ആ ഡീറ്റെയിൽസും, പിന്നെ തമ്പിയോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ രാധാമണിയെ നശിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ തന്നെ വെളിപ്പെടുത്തലും, ആ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്, ആ ഒരു രഹസ്യം തന്നെയാണ് ഇപ്പോഴും അഭിയുടെ തുറപ്പിച്ചിട്ടെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.